നിങ്ങളെ വീട്ടിലെ ബീഫൊക്കെ കഴിഞ്ഞോ? ഇവിടുത്തെ എന്തായാലും ബീഫ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. 5 ദിവസവും ബീഫ് കഴിച്ചിട്ട് എനിക്ക് മട്ടിച്ചിട്ട് ലാസ്റ്റ് ഞാനിതാ പരിപ്പ് കൊളുത്താന്ന് വിചാരിച്ചേ. അങ്ങനെ ഇതാ പരിപ്പൊക്കെ വേഗം കഴുകി അങ്ങോട്ട് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. പരിപ്പ് മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ ഉണക്കച്ചെമ്മീൻ വറക്കാമെന്ന് വിചാരിച്ചു. ഉണക്കച്ചെമ്മീനും പരിപ്പും നല്ലൊരു അടിപൊളി കോംബോ ആണല്ലേ. ഉണക്കച്ചെമ്മീൻ എന്നല്ല, ഉണക്കലും അതുപോലെ തന്നെ എന്താ പറയുക, ഉണങ്ങി വന്ന എന്ത് ഐറ്റംസും ഇതിൻ്റെ കൂടെ കോംബോ അടിപൊളിയായിരിക്കും. അങ്ങനെ ഇതാ ഉള്ളിയൊക്കെ ചതച്ചതിന് ശേഷം ഞാൻ ചോറൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടേ. രാവിലെ ഇറക്കി വെച്ച ചോറാട്ടോ, ഇതുവരെ വെന്തിട്ടില്ല. അപ്പോൾ വീണ്ടും ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ പപ്പടം കാച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ചട്ടി തന്നെ കേട്ടോ ഞാൻ എല്ലാം ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ അധികം പാത്രം കഴുകേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഇതാ പപ്പടം കാച്ചിയതിന് ശേഷം അതിലോട്ട് തന്നെ ഞാൻ ഉണക്കച്ചെമ്മീൻ വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഉണക്കച്ചെമ്മീൻ വറുത്തതിന് ശേഷം ഞാനത് മാറ്റിയിട്ട് പരിപ്പ് ഉലത്താന്ന് വിചാരിച്ചു കേട്ടോ. പരിപ്പിലോട്ട് ഞാൻ വെളിച്ചെണ്ണ കേട്ടോ ഉപയോഗിക്കുന്നത്. ഉണക്കച്ചെമ്മീനൊക്കെ ഞാൻ ഓയിലാട്ടോ ചെയ്യുന്നത്. വെളിച്ചെണ്ണയിൽ പരിപ്പ് കാച്ചുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അതിന് വലിയ ബിറ്റെന്ന് പറയാനാണെങ്കിൽ ഉണക്കച്ചെമ്മീൻ ഞാൻ ഉപ്പിടാൻ വേണ്ടി മറന്നു. എന്താണല്ലേ. അങ്ങനെ ഇതാ പരിപ്പ് റെഡിയായി, പപ്പടം റെഡിയായി, അതുപോലെ തന്നെ ഉണക്കച്ചെമ്മീനൊക്കെ റെഡിയായതിനു ശേഷം ചോറ് റെഡി ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ചോറ് റെഡി ആകുമ്പോഴത്തേക്കും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഇങ്ങനെ അലമ്പായി കിടക്കുമ്പോൾ എനിക്ക് എന്തോ പോലെയാണ്. അങ്ങനെ ഇത് അടുക്കളേൻ്റെ തിണ്ണപ്പുറമൊക്കെ നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. പാത്രം കഴിക്കാൻ സോപ്പ് തീർന്നിരിക്കുകയാണ്. മഴ ആയതുകൊണ്ട് പുറത്തോട്ട് പോകാൻ മടിച്ചിരിക്കുക കേട്ടോ. ഇനിയിപ്പോൾ പുറത്ത് പോയിട്ട് സോപ്പൊക്കെ വാങ്ങിക്കാൻ പത്രം